നമ്മൾ മലയാളി ഏറ്റവും നന്നായി ബിസിനസ് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന വലിയൊരു സമൂഹമാണ്. പക്ഷേ വലിയൊരു പഠനമുണ്ട്. ഗുജറാത്തീസിനെ പോലെ ഉയർന്ന തലത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന മലയാളികൾ വളരെ കുറവാണ്. അതിനൊരു കാരണം ബിസിനസ് നമ്മൾ വെറും ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ ഷോപ്പിൽ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഓഫീസ് ഇട്ടിട്ടോ അല്ലാതെയോ ഇരുന്ന് അതിൽ മാത്രം ഒഴുകുന്നതാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഞാൻ തന്നെ എനിക്ക് ജോലി കൊടുക്കുന്നു, ഞാൻ തന്നെ എനിക്ക് സാലറിയും കൊടുക്കുന്നു എന്ന അർത്ഥത്തിൽ. മറ്റൊന്ന് ബിസിനസ്സാണ്. HR-ഉം മാർക്കറ്റിങ്ങും ഫിനാൻസും ഓപ്പറേഷനും പ്രൊഡക്ഷനും IT-യും എല്ലാം കൂടിയിട്ടുള്ളതിൻ്റെ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ശരിക്കും ബിസിനസ്സുകാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് ഹൈലി എഡ്യൂക്കേഷൻ വേണം, നല്ല ട്രെയിനിങ് വേണം, അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ബിസിനസ് വേണം, എല്ലാം വേണം. മൂന്നാമതായിട്ട് ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ജസ്റ്റ് കേവലം ഏതെങ്കിലും രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ല ഉദ്ദേശിക്കുന്നത്. അഥവാ ഇന്റലക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് അത് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ ഒരുപാട് മുമ്പിലാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇന്റലക്ച്വൽ ഇൻവെസ്റ്റ്മെന്റിനെ കൂടി ഉപയോഗപ്പെടുത്തി നമ്മുടെ ബിസിനസ്സിനെ ലോകതലത്തിലേക്ക് ആകർഷിപ്പിക്കുക എന്ന്, അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുപോവുക എന്ന്, വ്യത്യസ്തമായ ബിസിനസ്സുകൾ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളാണ് ടേക്ക് ഓഫ് എന്ന് പറയുന്ന പരിപാടിയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട് ധാരാളം ട്രെയിനേഴ്സാണ് വരുന്നത്. ആ കൂട്ടത്തിൽ ഈ വിനീതനുമുണ്ടാകും. ദുബായിൽ വെച്ച് നടക്കുന്ന ടെക്സ്റ്റൈലിൻ്റെ ടേക്ക് ഓഫ് എന്ന് പറയുന്ന പരിപാടി വിനയപൂർവ്വം ഹൃദയപൂർവ്വം നിങ്ങൾക്ക്